Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് കോയിൻസ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പേഴ്സണൽ ലോൺ ആപ്പിനെ കുറിച്ചാണ്. ഇത് പ്രൊമോഷൻ കാരണമൊന്നുമല്ല, ഞാൻ അതിൻ്റെ അടുത്ത് പറയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ എന്താ പറയുക നേവി ലോൺസിൻ്റെയും മണി ലോൺസ് അങ്ങനെ കുറച്ച് ടോപ്പായിട്ട് നിൽക്കുന്ന നമ്മുടെ RBI അപ്രൂവ് ചെയ്ത ഓൺലൈൻ പേഴ്സണൽ ആപ്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് കണ്ടു നോക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു സെക്കൻഡറി രീതിയിൽ വരുന്ന ഒരു കുറച്ച് ആപ്സുകളാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ വരുന്ന ആദ്യത്തെയാണ് നമ്മുടെ സ്മാർട്ട് കോയിൻസ് പറയുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ടോപ്പായിട്ട് നിൽക്കുന്ന ഇതിന് അടുത്ത സ്റ്റെപ്പിൽ അതായത് അതിൽ കിട്ടാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇതും സ്മാർട്ട് കോയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ RBI അപ്രൂവ് ചെയ്ത ഒരു NBFC തന്നെയാണ്. ഇതിന്റെ കാര്യം പറഞ്ഞത് ഇത് 2016 ഫൗണ്ട് ഔട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. സ്മാർട്ട് കോയിൻസ് ഫൈനാൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ബ്രാൻഡാണ്. ഇവർക്ക് ഒരു RBI നമ്മുടെ ആപ്പ് ബേസ്ഡ് കൺസ്യൂമർ ലെൻഡിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ. RBI രജിസ്റ്റർ ചെയ്ത NBFC പാർട്ട്നർഡ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ഇത്. അപ്പോൾ ഇവരുടെ ലോണിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാണെങ്കിൽ നമുക്ക് 1000 രൂപ തൊട്ട് 20,000 രൂപ വരെ നമുക്ക് ലോൺ ഇതിൽ കിട്ടും. അതുപോലെ തന്നെ 91 days to 270 days വരെയാണ് നമുക്ക് ടെനർ കിട്ടുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യം പറഞ്ഞാൽ മിനിമം 20% ആണ് വരുന്നത്. കൂടുതൽ തന്നെയാണ്. മാക്സിമം വരുന്നത് 36% വരുന്നത്. അത് നിങ്ങളുടെ സിബിൽ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇവരുടെ ഓഫറിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺസ് ഉണ്ട്. പിന്നെ നമുക്ക് ഗോൾഡ് റിവാർഡ്സ് ഉണ്ട്. അതായത് നമ്മൾ റീപേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് റിവാർഡ് പോയിന്റ്സ് കിട്ടും. നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ പോലെ ബിൽ പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ പോലെ തന്നെ അതിൽ നമുക്ക് റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഗോൾഡ് റിവാർഡ്സ് ഉണ്ട്. പിന്നെ നമുക്കതിൽ ഡിജിറ്റൽ ഗോൾഡിന്റെ പരിപാടി ഉണ്ട്. അതായത് ഗോൾഡ് സേവിങ്സ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് 10 രൂപ തൊട്ട് ഡിജിറ്റൽ സേവിങ്സ് 24 കാരറ്റ് 99.9% പ്യുവർ ഗോൾഡ് നമുക്ക് ഇതിൽ വാങ്ങിച്ചിടാം. പിന്നെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് iOS-ൽ ആപ്പ് ഇല്ല കേട്ടോ. അതിനൊക്കെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ ആപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടും. ഞാൻ എന്തായാലും നമ്മളൊരു റെഫർ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. താല്പര്യമൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാട്ടെ. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവര് എന്താ പറയുക കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് കർണാടക ബേസ്ഡ് ആണിത്. അപ്പോൾ നമുക്ക് അവരുടെ ഗ്രീവൻസ് റിഡേഴ്സിൽ കോൺടാക്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ സംഭവം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ എന്താ പറയുക ഞാൻ ഇവരുടെ എന്താ പറയുക പാർട്ട്നേഴ്സിൻ്റെ ഒരു സംഭവം പറഞ്ഞുതരാം. ഇത് 100% ഓൺലൈനാണ് അപ്ലൈങ്. RBI രജിസ്റ്റേർഡ് ലെൻഡേഴ്സാണ് ഇവരെ വരുന്നത്. നമുക്ക് കൊളാട്രൽ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്കിതിൽ കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ട്. ഇവരുടെ ബോട്ടസിൽ PayU വരുന്നുണ്ട് കേട്ടോ. PayU വരുന്നുണ്ട് ഒരു ഇതിൽ ലെൻഡിങ് പാർട്ട്നേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ PayU വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക 𝗵𝗁 ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇതിൽ കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേതെങ്കിലും ഒരു ലെൻഡിങ് പാർട്ട്നേഴ്സ് ആയിരിക്കും നമുക്ക് ലോൺ തരിക. അതിൽ ഒന്നത്തെയാണ് നമുക്ക് 𝗵𝗁 ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇൻക്രെഡിറ്റ് ഫൈനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് വരുന്നുണ്ട്. അത് അത്യാവശ്യം കുറച്ച് വളർന്നു വരുന്ന ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനം ഉണ്ട്. വെച്ചാൽ ഇവരുടെ ഷെയറും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബോൺസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇൻക്രെഡിറ്റിൻ്റെ. പിന്നെ 𝑉3 ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് അത് നമുക്ക് ബോണ്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വിൻഡ് ഹെൽത്തിലൊക്കെ നമുക്ക് ഇവരുടെ വിൻഡ് വെൽത്തിലൊക്കെ നമുക്ക് 𝑉3 ക്യാപിറ്റലും അതുപോലെ തന്നെ ഇൻക്രെഡിറ്റിൻ്റെ ഒക്കെ ബോണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ്. നോർത്തേൺ ആർക്ക് ഉണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ PayU ഫിനാൻസ് ഉണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 𝐴CP ഒക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു 5-6 ലെൻഡിങ് പാർട്ട്നേഴ്സാണ് ഇവരുള്ളത്. അപ്പോൾ ഇവരാണെങ്കിൽ നമുക്ക് ലോൺ തരിക കേട്ടോ. ഡയറക്റ്റ് നമ്മുടെ സ്മാർട്ട് കോയിൻസ് അല്ല ലോൺ തരിക, ഇവർ ത്രൂ ആണ് നമുക്ക് ലോൺ തരിക. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ തന്നെ നമുക്ക് ആപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് കഴിഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക. പാൻ കാർഡ്, ആധാർ കാർഡ് ഡീറ്റെയിൽസ് വെച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നമുക്കൊരു ഫോം വരും, നമ്മുടെ ഓക്യുപ്പേഷൻ ഡീറ്റെയിൽസ്. ചില സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക സിവിൽ സ്കോർ കുറവാണെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യാൻ പറയട്ടോ. അല്ലെങ്കിൽ നോർമലി പറയാറില്ല സിവിൽ സ്കോർ ചില നമുക്ക് ഇഷ്യൂ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ ഞാൻ ഇത് റെക്കമെൻഡേഷനോ കാര്യമൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഇത് സേഫ് തന്നെയാണ്. എന്ന് വെച്ചാൽ RBI അപ്രൂവ് ചെയ്ത ആപ്പ് തന്നെയാണ്. ഇവർ NBFC തന്നെയാണ്, സേഫ് ആപ്പ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല. ടോപ്പ് നമ്മൾ മണി നേവി ലോൺസിലൊക്കെ നമ്മൾ കൊടുത്തുള്ളൂ. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടുണ്ട്. അതിൽ പക്ഷേ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ അതിന് അപ്രൂവൽ റേറ്റ് ഇതിനായിട്ടും കുറവായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് റേറ്റിംഗ് കൂടുതലാണ്. അപ്പോൾ അത്രയ്ക്കും എന്താ പറയുക നമ്മൾക്ക് സ്കോറും അതുപോലെ തന്നെ സാലറി സാധനങ്ങളൊക്കെ അവർ അപ്രൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അത് നമ്മുടെ ലോൺ അപ്രൂവ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടാലും അതിലും കൂടുതൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടും. ഇതിനായിട്ടും കൂടുതലാണ്. നമുക്ക് മിനിമം വരുന്നത് 20%. അങ്ങനെ കുറച്ച് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എമർജൻസിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കി വെക്കാം. സേഫ് തന്നെയാണ്. അത് മെയ്ഡ് ഇൻ ഭാരത് സംഭവം തന്നെയാണ്.
നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലത്തെ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു NBFC നടത്തുന്ന ഒരു ഓൺലൈൻ പേഴ്സണൽ ലോൺ ആപ്പാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ പരസ്യം വരുന്ന പോലെ തന്നെ ലോക്കൽ ഫ്രോഡ് സംഭവങ്ങളൊന്നും അത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ സേഫും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഒരു ഹാക്ക് ചെയ്ത് കാര്യങ്ങളൊന്നും സംഭവമൊന്നും എടുക്കില്ല ഈ ആപ്പുകളൊന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഡീറ്റെയിൽസ് കണ്ടിട്ട് അതിൽ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതുപോലത്തെ സേഫ് ആപ്പുകളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ കമൻറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എല്ലാ കമൻറ്റും നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഈ RBI അപ്രൂവ് ചെയ്ത ആപ്പുകൾക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതുപോലെ തന്നെ അവർ ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ RBI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ചെയ്യാത്തവരെ വിളിച്ചിട്ട് ചീത്ത പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കേടുന്നറിയും. അപ്പോൾ അതിന് തന്നെ ഇപ്പോൾ ആൾക്കാർ നമുക്ക് കസ്റ്റമർ കെയർ കസ്റ്റമേഴ്സ് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ 21 കോടി ഫൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു RBI ബാങ്കിന്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും RBI ത്രൂ ഒക്കെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള NBFC ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ ബാങ്കിങ് ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് RBI അപ്രൂവ് അതാണോ, RBI അപ്രൂവ് ചെയ്ത NBFC ആണോ അല്ലെങ്കിൽ ബാങ്കാണോ, സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാം കേട്ടോ. അതാണ് നമ്മൾ പോയിന്റ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ.